ശ്രീ ഹരിഹരൻ സാറിനെ ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹരിഹരൻ സാറിനെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പി ചന്ദ്രകുമാർ സാറാണ് അദ്ദേഹത്തെ ആദരിക്കാൻ പോകുന്നത്. പൊന്നാട അണിയിച്ച് പി ചന്ദ്രകുമാർ സാർ ഹരിഹരൻ സാറിനെ ആദരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി. മലയാള സിനിമയിൽ ഇദ്ദേഹം നൽകിയിട്ടുള്ള മികച്ച ചിത്രങ്ങൾക്കും സമഗ്രമായ സംഭാവനകൾക്കുമാണ് ഇപ്പോൾ അദ്ദേഹം ആദരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് അകമഴിഞ്ഞ സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റൊരു സംവിധായകൻ തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ പി ചന്ദ്രകുമാർ സാർ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സത്യൻ അന്തിക്കാട് സാറിനെ സ്വാഗതം ചെയ്യാണ്. സാറാണ് നമ്മുടെ പി ചന്ദ്രകുമാർ സാറിനെ ആദരിക്കാൻ. താങ്ക് യു സോ മച്ച്. സത്യൻ സാറുണ്ട്, ചന്ദ്രൻ സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്. നിങ്ങളെ വേദിയിൽ കിട്ടിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാതെ പോവുക എന്ന് പറയുന്നത് പറ്റില്ലല്ലോ സാർ. ഇത് ഒരു അപൂർവ സംഗമമാണ്. ഇവിടെ ചന്ദ്രകുമാർ, സത്യൻ അന്തിക്കാട് എന്നേക്കാളും വലുതായി വന്ന എൻ്റെ ശിഷ്യന്മാരാണ്. ചന്ദ്രകുമാറിൻ്റെ ഗുരുനാഥൻ മലയാള സിനിമയിലെ ഭീഷ്മാചാര്യരായ ആദ്യ ഗുരുനാഥൻ ഭാസ്കർ മാഷാണ്. മലയാള സിനിമയ്ക്ക് പുതിയ ഒരു ജാതകം കുറിച്ച ഒരു കാലഘട്ടത്തിൽ ഭാസ്കർ മാഷ്. അതിനുശേഷം ഡോക്ടർ ബാലകൃഷ്ണൻ, മധുസാർ തുടങ്ങിയ പല പ്രമുഖ വ്യക്തികളോടൊപ്പം ചന്ദ്രകുമാർ ജോലി ചെയ്യേണ്ടായി. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടും മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് പ്രഗത്ഭരായ സംവിധായകരാണ്. അതുപോലെ സത്യൻ അന്തിക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യൻ്റെ ഏത് ചിത്രമാണ് മോശമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. ജീവിതഗന്ധിയായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളെ ഹാസ്യത്തിൻ്റെ മർമ്മം ചേർത്തുകൊണ്ട് സത്യനും ശ്രീനിവാസനും ഒക്കെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ചിത്രങ്ങളുടെ കണക്കുകൾ നമുക്ക് പറയാൻ അധികമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സത്യൻ, താങ്ക് യു. വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ്. കാരണം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഹരൻ സാറിനെയും ചന്ദ്രകുമാറിനെയും ഒരുമിച്ച് ഒരു വേദിയിൽ നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാവുന്നുള്ളത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഷൂട്ടിംഗ് ഹരിഹരൻ സംവിധാനം ചെയ്ത കോളേജുകൾ എന്നുള്ള സിനിമയാണ്. അതിന് മെയിൻ അസോസിയേറ്റ് ഡയറക്ടർ ചന്ദ്രകുമാറായിരുന്നു. മെയിൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞുകൂടാ, ഓൾ ഇൻ ഓൾ ചന്ദ്രൻ തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ 6 എൽബോർഡുകളാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്നും അറിയില്ല സിനിമയെ പറ്റി. അപ്പോൾ ഹരൻ സാറിൻ്റെ വലങ്കൈയായിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഉള്ള സ്നേഹവും ആദരവുമാണ് ചന്ദ്രനോട്. ചന്ദ്രകുമാറിനെ പറ്റി പറഞ്ഞാൽ തീരില്ല. എനിക്ക് തോന്നുന്നു വലിയൊരു പുസ്തകമൊക്കെ എഴുതിയാലാണ് അത് തീരുള്ളൂ. കാര്യം ഞങ്ങളുടെ സൗഹൃദത്തിനെ പറ്റി മലയാള സിനിമയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡോക്ടർ ബാലകൃഷ്ണനും ഹരിഹരനും കഴിഞ്ഞാൽ സിനിമയെ പറ്റി ഞാൻ ഏറെ പഠിച്ചത് ചന്ദ്രകുമാറിൽ നിന്നാണ്. ഒരു തിരക്കഥ കിട്ടിയാൽ ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ സമീപിക്കണം, ഒരു ഷൂട്ടിംഗ് സെറ്റിൽ എങ്ങനെ സംവിധായകൻ പെരുമാറണം, ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെ സ്വീകരിക്കണം, ഇതെല്ലാം ഞാൻ ഇപ്പോഴും അനുവർത്തിക്കുന്നത് ചന്ദ്രകുമാറിൻ്റെ രീതി തന്നെയാണ്. ഒരു സെറ്റിലേക്ക് ആർട്ടിസ്റ്റുകൾ കടന്നു വരുന്നത്, ചന്ദ്രകുമാറിൻ്റെ സെറ്റിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നത് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് വരുന്നതൊക്കെ ഒരു കല്യാണത്തിന് വരുന്ന പോലെയാണ്. കാരണം ചന്ദ്രേട്ടൻ തന്നെയാണ് എല്ലാവരും വിളിക്കുക. ചന്ദ്രനൊക്കെ പ്രായമുള്ളവരും ചന്ദ്രനെ വിളിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ സിനിമയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നത്, അതെന്നെ പഠിപ്പിച്ചത് ചന്ദ്രകുമാറാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഏറ്റവും ആദരവോടെ കൂടി കാണുന്നത്. ഇപ്പോഴും ഹരൻ സാറിൻ്റെ സിനിമകൾ ടെക്സ്റ്റ് ബുക്കാണ്. വടക്കൻ വീരഗാഥയൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് കാണും, നമ്മുടെ മനസ്സൊന്ന് ഫ്രഷാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയ ഗുരുക്കന്മാരെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു.
ഞാൻ നിലനിൽക്കുന്നതെന്ന് കരുതുന്നു. സിനിമയ്ക്കും പുറത്തും ഞങ്ങൾ രണ്ടുപേരും വളരെ വലിയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ബാലകൃഷ്ണൻ ആദ്യം തന്നെ ചന്ദ്രനെ സംവിധായകനാക്കുമ്പോൾ 21ാമത്തെ വയസ്സിൽ സംവിധായകനായ ആളാണ് ചന്ദ്രൻ. 21 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്രയ്ക്ക് ആയിട്ടില്ല, കാരണം സിനിമ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചന്ദ്രകുമാറിൻ്റെ പോലെ ഞാനിപ്പോൾ പറയായിരുന്നു, 65 സിനിമകൾ ചന്ദ്രകുമാറിൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ. 65 സിനിമകൾ. ഞാൻ 40 കൊല്ലമായിട്ട് 57 സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ. 65 സിനിമകളും ചന്ദ്രകുമാറിൻ്റെ അസിസ്റ്റൻ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ചന്ദ്രകുമാറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് ചന്ദ്രകുമാറാണ്. പിന്നെ ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ്. ചന്ദ്രൻ എന്നും എൻ്റെ ഗുരുനാഥനാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. ചന്ദ്രകുമാർ സാറിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. സാറിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങ് അതും കൂടി ഉണ്ട്. അത് സാർ തന്നെ വിശദമായിട്ട് പറയും എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു, ഇവിടെ ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടക്കുന്നുണ്ട്. പലവിടെയും ഞാൻ പോയി ക്ലാസ്സും എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ക്ലാസ് എടുക്കുന്ന പലരും ഒരു ഫുൾ സിനിമ പോലും വർക്ക് ചെയ്യാത്തവരാണ് ക്ലാസ് എടുക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആശയോദിച്ചു, വെറും ഒരു 4 ചുവരുകൾക്കുള്ളിലിരുത്തി ക്ലാസ് എടുക്കുകയല്ല വേണ്ടത്. കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പഠിപ്പിച്ച് സിനിമ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നീന്തൽ പുസ്തകം നോക്കി പഠിച്ച് കുട്ടികൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പലരും സിനിമ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് തോന്നി. അപ്പോൾ അതല്ലാതെ പഠിപ്പിക്കണം എനിക്ക് തോന്നിയപ്പോൾ മുമ്പ് ഞാൻ ആദ്യം അറിയിച്ചത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഗുരുവും എൻ്റെ ശിഷ്യനുമായ സത്യനും ആനന്ദ് സാറുമായിട്ടാണ്. അവർ പറഞ്ഞു, ചന്ദ്രൻ തുടങ്ങിക്കോ, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ എന്തിനുണ്ടാവും, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരാം. ആ ധൈര്യത്തിൽ തുടങ്ങാൻ അന്ന് ആരംഭിച്ചെങ്കിലും അന്ന് ആ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അതെനിക്ക് തുടരാൻ സാധിച്ചില്ല, നിർത്തിവെച്ചു. പക്ഷേ ആ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്, വിഷമമൊന്നും പറഞ്ഞു, നിങ്ങളാരും ഒരു ഫീസും പേ ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് സിനിമ ഓൺലൈനിൽ കൂടെ പഠിപ്പിച്ചു തരാം, എന്നിട്ടൊരു വർക്ക്ഷോപ്പ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവസം രാത്രി 1 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അങ്ങനെ ഒരു 9 മണിക്ക് തുടങ്ങിയാൽ ഒരു 12 മണി വരെ ക്ലാസ് പോകുമായിരുന്നു. അങ്ങനെ ക്ലാസ് പോയി 100-120 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് വർക്ക്ഷോപ്സ് അവർ അതിൽ കൂടെ ഓൺലൈനിൽ കൂടെ എനിക്ക് ചെയ്ത് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും നന്നായി വർക്ക് എടുക്കും. എനിക്ക് തോന്നി ഇനി അവർക്കൊരു നേരിട്ട് ഷൂട്ടിംഗ് തന്നെ നടത്തണം. അപ്പോൾ വെറുതെ ഒരു ക്യാമറയും കുറേ റിഫ്ലക്ടറും കൊണ്ടു വെച്ച് ഇതാണ് ക്യാമറ, ഇതാണ് റിഫ്ലക്ടർ എന്ന് പഠിപ്പിക്കേണ്ടെന്ന് തോന്നി. അപ്പോൾ നമുക്കൊരു സിനിമ തന്നെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. വലിയ ചിലവുകളൊന്നുമില്ലാതെ എല്ലാവരും അവരവരെ അരിക്കാശും കൊണ്ടുവന്ന് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താമസിച്ച് ഏതാണ്ട് ഒരു 16 ദിവസം കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് ഞങ്ങളൊരു അതിമനോഹരമായിട്ടൊരു സിനിമ തീർത്തു. എല്ലാവരും അവരുടെയായിരുന്നു. എൻ്റെ അക്കാഡമിയിൽ പ്രായപരിധി ഇല്ലായിരുന്നു. അത് 12 വയസ്സ് തൊട്ടിട്ട് 65 വയസ്സായ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസായിട്ട്. എല്ലാവരും ഞാൻ പഠിപ്പിച്ചു. അവരെല്ലാവരും ഇന്ന് നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫേസ് ഗുരു എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. അപ്പോൾ ആ കുട്ടികളെ കൂടി ചെയ്ത സിനിമ ചെമ്മരത്തി പൂക്കും കാലം. അതിനു മുമ്പ് അവർക്കൊക്കെ എൻ്റെ ഗുരുവിൽ നിന്നും എൻ്റെ ശിഷ്യനിൽ നിന്നും അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് അവർക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ആ ചടങ്ങാണ്. കൂടുതൽ സമയം എടുക്കില്ല, വളരെ ഫാസ്റ്റായിട്ട് എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഗുരുവും എൻ്റെ ശിഷ്യനും ഒക്കെ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. അത് വാങ്ങാനായി ഞാൻ അവരേക്ക് വേദിയിൽ വിളിക്കുകയാണ്. ആരതി പടത്തിൽ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ, നമ്മളെല്ലാവരും. വിനി ജോബി, രമാദേവി ചങ്കരൻ, രാജേഷ് ജന, ബിന്ദു ശ്രീഹരി, മനോജ് പി, മിനി ജോസ് കടക്കൽ, എം രംഗനാഥൻ, പ്രദീപ് ശിവശങ്കർ, പി എ ജയചന്ദ്രൻ,
സത്യജിത്ത് അവൻ, ബാസ്റ്റിയൻ വർഗീസ്, തോമസ് വി സക്കറായ, സനോജ് OP, ടിനു തോമസ്, ദിലീപ് പേരാമ്പ്ര, രതീഷ് കെ, സജി ഇലയത്ത്, പ്രവീൺ ലാൽ ആർ, സതീഷ് കെ, ജിതിൻ ജേക്കബ്, സാജിദ്, ഹർഷ കുമാർ. അവസാനമായി ഈ കൂട്ടത്തിൽ നിന്നും എനിക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ളത്, ഇപ്പോ സർ ഇവിടെ അവര് എടുത്ത ഒരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തി പൂക്കും കാലം, കേരള വിഷനുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ച ഈ സിനിമയിലെ നായിക കൂടിയായ തനിമ. Thank you so much, sir.